ഹരി ഓം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 13-ാം അധ്യായം. അതാണ് വായിച്ച് വ്യാഖ്യാനിക്കുന്നത്. അത് ഋഷഭ അവതാരത്തിൻ്റെ ആ ഭാഗം കഴിഞ്ഞ് ആ ഭാഗം കഴിഞ്ഞ് ജഡഭരതൻ്റെ രഘുഗണ സംവാദം ആ ഭാഗത്തിൻ്റെ അകത്തെ ഒരു ഭാഗം അതും കൂടെ കൂട്ടിയാണ്. ഇനി ഇതും കൂടെ കൂട്ടിയാണ്. ഇത് 26 ശ്ലോകങ്ങൾ തന്നെയാണ്, ഗദ്യം ഇല്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ പഞ്ചമസ്കന്ധേ ത്രയോദശോऽധ്യായः. ബ്രാഹ്മണ ഉവാച ദുരത്യയേ ധ്വന്യജയാ നിവേശിതോ രജസ്തമ സത്വവിഭക്ത കർമ്മദൃക് സയേഷ സാർദ്ധോർദ്ധപരപരിഭ്രമൻ ഭവാടവീം യാതി ന ശർമ്മ വിന്ദതീം. ഈ സംസാരത്തെ ഒരു അടവിയായിട്ടൊരു വലിയ കാടായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. സംസാര അടവി ആയിട്ട്. അജയ ദുരത്യയേ അധ്വനി അജയ. ദുരത്യയേ അധ്വനി അജയ. അതാണ് ദുരത്യയേ ധ്വനി അജയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അജയ ജയിക്കപ്പെടാത്തത് എന്ന്. എന്താ ജയിക്കപ്പെടാത്തത്? നമ്മളിവിടെ അർത്ഥമാക്കേണ്ടത് മായയെ കൊണ്ട്. മായയാൽ ദുരത്യയേ കടക്കുവാൻ പ്രയാസം ഉള്ള അധ്വനി മാർഗത്തിൽ നിവേശിത പ്രവേശിക്കപ്പെട്ടു. നമുക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു. രജസ്, തമസ്, അതുപോലെ സാത്വികം, സത്വ വിഭക്ത കർമ്മദൃക്ക്. ഈ രജസ്, തമസ്, സത്വം എന്നിവയാൽ വേർതിരിക്കപ്പെട്ട കർമ്മങ്ങളിൽ ആ കർമ്മങ്ങളുടെ കാഴ്ചപ്പാടോടുകൂടി അതിൻ്റെ അർത്ഥത്തോട് അതിനോട് താല്പര്യമായിട്ടിരിക്കുന്ന ധനത്തിൽ താല്പര്യമായിട്ടിരിക്കുന്ന ദൃഷ്ടിയോടുകൂടിയും താല്പര്യത്തോടു കൂടി ജനിപ്പിക്കുന്ന സ ഏഷ സാർദ്ധ. ആ ജീവസമൂഹം അവൻ ഒരാളെക്കുറിച്ച് പറയുന്നതും ഒരു സമൂഹത്തെക്കുറിച്ച് പറയുന്നതും ഒക്കെയാണ്. സ ഏഷ സാർദ്ധ. ആ ജീവസമൂഹം ജീവൻ്റെ ഈ ജീവികളുടെ പരിഭ്രമനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് ഭവാടവിയും സംസാരാരണ്യത്തെ, അങ്ങനെ ഒരുപാട് പേര് വർണ്ണിക്കാറുണ്ട്. സംസാര അടവി എന്ന് പറയും. ഇതൊരു കാടാണ്. സത്യത്തിൽ ഒരു കാട്ടിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാട്ടിൽ കൂടിയാണ് സംസാര അടവി എന്ന് പറയും. ആധ്യാത്മിക ഭാഷയിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. വേദാന്ത ഭാഷയിലും സംസാര അടവിയെക്കുറിച്ചുള്ള വർണ്ണനകൾ നമുക്ക് രാമായണത്തിൽ കാണാം, ഭാഗവതത്തിൽ കാണാം, മഹാഭാരതത്തിലും കാണുന്നുണ്ട്. അപ്പോൾ ഭവാടവിയും സംസാരമാകുന്ന ഈ കാടിൻ്റെ അതിനകത്തോട് യാതി പ്രവേശിക്കുന്നു. ശർമ്മ ആ സുഖത്തെ ന വിന്ദതി പ്രാപിക്കുന്നില്ല. ഈ വിഷയത്തിൽ വിരക്തി, വിഷയങ്ങളോട്, അതായത് നമ്മൾ പറഞ്ഞ ഈ വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങളോട് നമ്മൾ ഈ വ്യവഹാരത്തിൽ ജീവിക്കുമ്പോൾ അതുമായിട്ട് ചുറ്റിപ്പെട്ട കാര്യങ്ങൾക്കാണ് വിഷയസുഖം എന്ന് പറയുന്നത്. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന സുഖം കൊടുക്കുന്നത്. അല്ലാത്തൊരു ജിതേന്ദ്രിയന്മാരായി ഇന്ദ്രിയങ്ങളെ ജയിച്ചിരിക്കുന്നവർക്ക് ഈ വിഷയസുഖങ്ങളിലൊന്നും അത്ര താല്പര്യമൊന്നുമില്ല. അവർക്ക് ഒന്ന് കണ്ടാൽ വേണമെന്ന് തോന്നുമോ, ഏതെങ്കിലും കേട്ടാൽ അതിനെക്കുറിച്ച് പിന്നെ ജുഗുപ്സ വളരെ ഇതായിട്ട് അന്വേഷിക്കുകയോ, അല്ലെങ്കിൽ വേറൊരാളിൻ്റെ അപവാദം പറയുന്നതിനോട് കൂടിച്ചേർന്ന് പറയുകയോ എതിർത്ത് പറയുകയോ ഇതൊന്നുമില്ലാത്തൊരു, അതാണ് ഈ പറഞ്ഞ വ്യവഹാരത്തിൽ നമ്മുടെ കണ്ണിനും കാതിനും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, ഈ വിഷയങ്ങളിൽ നിന്ന് വിരക്തരായവരെന്ന് പറയും. അതിനോട് ആസക്തിയുള്ള വിഷയാസക്തി എന്ന് പറഞ്ഞാൽ ഇത് എല്ലാത്തിനോടും കേട്ടോ. ചിലരൊക്കെ അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് വേറെ കാമ ആസക്തി എന്നൊക്കെ പറയുന്ന പോലെ അത് ഒരു വേറെ ഒരു തലത്തിലോട്ട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അത് മാത്രമൊന്നുമല്ല. ഒരു പുരുഷ സ്ത്രീ ബന്ധം ആ ഒരു രീതിയിൽ മാത്രമല്ല. നമ്മൾ ഓരോ ജീവനുകളും എങ്ങനെയാണ് ഓരോ കാര്യത്തിൽ ഒരുപാട് ഇൻവോൾവ് ആകുന്നത്, ഒരുപാട് നമ്മൾ അതിനകത്ത് എന്തായിക്കോട്ടെ അതിനകത്ത് ഇപ്പോൾ സിനിമ കാണുന്നവരായിക്കോട്ടെ, സിനിമ കാണാൻ ഞങ്ങൾ പോവുക, അതൊരു വിഷയസുഖമാണ്. അത് കാണാനുള്ള ആഗ്രഹം അങ്ങനെ അധികരിച്ച് വരിക. ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ കച്ചേരി കേൾക്കാൻ പോകുന്നു,
അതും ഇതുപോലെ തന്നെയാണ്. ഒരു പാട്ട് കേൾക്കാനായിട്ട് പോകും, അതിനോട് അങ്ങ് അതും അങ്ങ് കേൾവി സുഖം, അതിന് വേണ്ടിയിട്ടങ്ങ് മെനക്കെട്ട് അതിന് വേണ്ടി മാത്രം നടക്കുക. അങ്ങനെയുള്ള സുഖങ്ങളിലൂടെ ഒന്നും അതുകൊണ്ട് ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും കൊണ്ടുള്ള സുഖം അതെല്ലാം വിഷയസുഖങ്ങളാണെന്ന് പറയാം. അപ്പോൾ ഈ വിഷയസുഖങ്ങളോട് ആ താല്പര്യം മാറ്റിയിട്ട് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനിലേക്ക് തിരിക്കുക, അത്രയേ ഉള്ളൂ ഉദ്ദേശം. അപ്പോൾ ഈ വിഷയസുഖങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഓർത്തോണം, സംസാരം എന്ന് പറയുന്നതും ഈ സുഖങ്ങളെ അനുഭവിക്കുന്ന ഒരു പ്രദേശം, അതിനാണ് സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മോപദേശം, അങ്ങനെ വിഷയത്തിൽ വിരക്തി ഇല്ലാത്തവനോട് എത്ര ആത്മോപദേശം ചെയ്താലും ഒന്നും പ്രയോജനമില്ല. രാജാവിന് ഈ വിരാഗത, ഇതിനോടുള്ള രാഗം എന്ന് പറഞ്ഞാൽ അടുപ്പം, സ്നേഹം, അതിനോടുള്ള അമിതമായ അഭിവാഞ്ച, അതാണ് അനുരാഗം എന്നുള്ള വാക്കിന് ഉള്ള അർത്ഥം. രാഗം, അതിനോട് ഭയങ്കരമായി കാണാതിരിക്കാൻ വയ്യ, അതില്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ളൊരവസ്ഥ, അതാണ് രാഗം. ആ വൈരാഗ്യം എന്ന് പറയുമ്പോൾ വിരാഗത, അല്ലാതെ ദേഷ്യം എന്നുള്ള അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിരാഗത ഉണ്ടാക്കാനായിട്ട് വൈരാഗ്യം, അത് ഉറച്ച വിരാഗതയായിരിക്കണം. അതിന് ഈ സംസാരത്തെ ഒരു ഘോര രൂപേണ വർണ്ണിക്കുന്നു. ഈ സംസാരം എത്ര വലിയ വനമാണെന്ന് വർണ്ണിച്ചു കൊടുക്കുകയാണ് ബ്രാഹ്മണൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മായ, അതിൽ നിന്നൊന്ന് നമ്മൾ മായർ കിട്ടിയാലേ നമ്മൾ രക്ഷപ്പെടൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അതിനകത്തൊന്നും തിരുത്താനൊന്നുമില്ലല്ലോ, ഇല്ല. 2 യസ്യാമി മേ ഷണ്ണരദേവദസ്യവ സാർദ്ധം വിലുംബന്തി കുനായകം ബലാത് ഗോമായവോ യത്ര ഹരന്തി സാർദ്ധികം പ്രമത്തമാവിശ്യ യഥോരണം മൃഗാഃ. യസ്യാമി മേ ഷണ്ണരദേവദസ്യവ സാർദ്ധം വിലുംബന്തി കുനായകം ബലാത് ഗോമായവോ യത്ര ഹരന്തി സാർദ്ധികം പ്രമത്തമാവിശ്യ യഥോരണം മൃഗാഃ. അല്ലയോ വാക്കുകളൊന്നും പരിചയപ്പെടാം. നരദേവ, അല്ലയോ രാജാവേ, നരന്മാരുടെ ദേവൻ, ദേവ എന്ന് വിളിക്കുന്നത് രാജാവേ. യസ്യാം, യാതൊന്നിൽ, ഇമേ ഷഡ്സ് ദസവ്യ, ഈ 6 ശത്രുക്കൾ, കുനായകം, കുൽസിതനായ നായകനോട് കൂടിയത് എന്നാണ്, അതായത് കുനായകം. സാർദ്ധം, ആ സംഘത്തെ ബലാത്, വളരെ ബലപ്രയോഗിച്ച് വിലുംബന്തി, അപഹരിക്കുന്നു. എത്ര, യാതൊന്നിൽ, പ്രമത്തം, പ്രമത്തം എന്ന് വെച്ചാൽ ശ്രദ്ധാഹീനനായിരിക്കുന്ന, സാർദ്ധികം, അതും ആ സംഘം എന്നുള്ള അർത്ഥം, സംഘത്തിൽ ഇരിക്കുന്നവനെ. സാർദ്ധം എന്ന് പറഞ്ഞാൽ സംഘത്തെ, സാർദ്ധികം എന്ന് പറഞ്ഞാൽ സംഘത്തിൽ ഇരിക്കുന്നവനെ. ഗോമായവ, കുറുക്കന്മാർ, ആവിശ്യ അതിനകത്തോട്ട് പ്രവേശിച്ചിട്ട്, ഉരണം എന്ന് പറഞ്ഞാൽ ആട്, ആ വാക്കൊരു പുതിയ വാക്കാണ് കേട്ടോ. ഗോമായവ, കുറുക്കന്മാർ, പിന്നെ ഉരണം, ആടിനെ, ഉരണ ആടായിരിക്കും, ഉരണം ആടിനെ. മൃഗം എന്ന് പറഞ്ഞാൽ ചെന്നായ, മൃഗായഥ, ചെന്നായ്ക്കൾ എന്ന പോലെ, ഹരിക്കുന്നു. അതുപോലെ പറയുന്നതിൻ്റെ ചുരുക്കമുള്ള ഇതാണ് പറയുന്നത്. ഈ സംസാര സ്വരൂപമായിരിക്കുന്ന ഈ കാട്ടിൽ ചെന്നുപെട്ട ജീവസമൂഹം, അത് അത്ര വിചാരശക്തി, വിവേകശക്തിയൊക്കെ കുറഞ്ഞവരാണ് അതിനകത്ത് ചെന്ന് വിടുന്നത്, നമ്മളെപ്പോലുള്ളവർ. ആ ജീവസമൂഹത്തെ ഈ 5 ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി ചേർന്ന 6 പേരാകുന്ന ശത്രുക്കൾ. അത് ഈ 5 ഇന്ദ്രിയങ്ങളും മനസ്സും കൂടെ ഉള്ളതാണ് ഈ 6 പറഞ്ഞത്. നേരത്തെ നമ്മൾ ആ കാര്യം ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് 6 എണ്ണം. ആ സംഘത്തിൽ മനസ്സിരുത്താതെ ഇരിക്കുന്നവൻ്റെ ദേഹത്തെ ചെന്നായ്ക്കൾ കാട്ടിലകപ്പെട്ട് മനസ്സിരുത്താത്ത ആടിനെ എന്ന പോലെ പിടിച്ചു തിന്നുന്നത്. നമ്മളങ്ങ് അഴിച്ചു വിട്ടാൽ ഇത് എതിരെ വേണമെങ്കിലും പൊക്കോളും, ഈ ഇന്ദ്രിയങ്ങളും മനസ്സും. അപ്പോൾ അത് ചെന്നായ്ക്കൾ പിടിച്ചെടുക്കുന്നു. ആ കാട്ടിലുള്ള കുറുക്കൻ മുതലായ മൃഗങ്ങൾ, അതായത് നമ്മുടെ വ്യവഹാരത്തിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഭാര്യാപുത്ര ബന്ധു സുഹൃത്തുക്കൾ എല്ലാം ഈശ്വര ഭജന മാർഗത്തിൽ ചിന്തിക്കാതെ ഈ വിഷയങ്ങളിലോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ കാട്ടിൽ പ്രവേശിച്ചിരിക്കുന്ന ആടിനെ ചെന്നായ്ക്കളെ പോലെ അപഹരിക്കുന്നു. ഈ ആളിന് അദ്ദേഹം അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മുടേതാണെന്ന് കരുതിയിരിക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഭർത്താവും മക്കളും ഒക്കെ ചെന്നായ്ക്കളെപ്പോലെ നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അപ്പോൾ അതിനകത്തൊന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്. അതിനകത്തൊന്നും തിരുത്താനില്ല കേട്ടോ. പ്രഭൂതവീരുതൃണ ഗുൽമഗഹ്വരേ കഠോരദംശൈർ
മശകൈരുപദ്രുതഃ ക്വചിത്തു ഗന്ധർവപുരം പ്രപശ്യതി ക്വചിച്ചാശുര ആശുരയോൽമുഖഗ്രഹം പ്രഭൂതവീരു ഗുൽമ ഗഹ്വരെ. പ്രഭൂതവീരു അതായത് ഒരുപാട് വർദ്ധിച്ച വള്ളികൾ, പുല്ലുകൾ, വീരുതൃണം പുല്ല്, വള്ളിക്കുടലുകൾ മുതലായവ നിമിത്തം അതൊക്കെ കൂടെ കൂടിക്കുഴഞ്ഞു കിടക്കുന്നതുകൊണ്ട് കാട്ടിൽ കൂടെ നടക്കാൻ വളരെ പ്രയാസമാണ്. പ്രയാസപ്പെട്ടിരിക്കുന്ന സ്ഥലത്തിൽ കഠോരദംശ ഉഗ്രങ്ങളായ കുത്തുന്ന ജീവികൾ, നമ്മളെ ശരീരത്തിൽ കുത്തിക്കയറ് ഇങ്ങനെ നമ്മളെ പ്രാണികൾ, കുത്തുന്ന പ്രാണികൾ, മശകം എന്ന് പറഞ്ഞാൽ കൊതുക്, നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്. ഉപദ്രവിക്കപ്പെട്ടവനായിട്ട് ക്വചിത്ത് ചില സമയത്ത് ചില ദിക്കിൽ ഗന്ധർവ നഗരത്തെയും ക്വചിത് ചാ എന്ന് പറഞ്ഞ അർത്ഥം, ചില ദിക്കിൽ അതിവേഗമുള്ള കൊള്ളിമീൻ എന്ന പിശാചിനെയും പ്രപശ്യതി ശരിയായിട്ട് കാണുന്നു. തിങ്ങി ഇരിക്കുന്ന വള്ളിക്കുടലുകളും പുല്ലുകളും നിമിത്തം പ്രവേശിക്കാൻ വളരെ പ്രയാസമുള്ള സ്ഥലത്ത് ഈ ഈച്ചകൾ, കൊതുകുകൾ, അതുപോലെ കച്ചവട സംഘത്തെ വല്ലാതെ ഉപദ്രവിക്കുന്നു. ചിലർ ദിക്കിൽ ഗന്ധർവപുരത്തെയും ചില ദിക്കിൽ അഗ്നിരൂപത്തിൽ അതിവേഗം ചലിക്കുന്ന പിശാചിനെയും കാണുന്നു. ഈ കാട്ടിൽ കാണുന്ന വിഷയങ്ങളാണ് പറഞ്ഞത്. അതായത് ദുർജനങ്ങളാകുന്ന ഈ കൊതുകുകൾ ഉപദ്രവിക്കുന്നു. അതുപോലെ സത്യമല്ലാത്ത ഈ ശരീരത്തെ സത്യമെന്ന് വിചാരിക്കുന്നു. അതാണ് ഗന്ധർവപുരം. ഒന്നും സത്യമല്ല, അതൊക്കെ സാങ്കല്പികമാണ്, അത് ശരീരമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് പാഞ്ഞു പോകുന്ന പിശാചെന്ന പോലെ ക്ഷണത്തിൽ കാണാതെയാകുന്ന അപത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാപുത്രാദികൾ, ഭാര്യ, പുത്രന്മാർ മുതലായ അതിനെയൊക്കെ സുഖം കിട്ടുമെന്നോർത്ത് നമ്മൾ സേവിക്കുന്നുവെന്ന് സാരം. അതുകൊണ്ടൊന്നും ഒരു ഗുണവും നമുക്ക്, ഒരു സുഖവും നമുക്ക് കിട്ടാൻ പോണില്ല. ധാരാപുത്രാദികളെ കൊണ്ടൊന്നും നമുക്ക് വലിയ സുഖമൊന്നും പിന്നീട് ഉണ്ടാകാനൊന്നും പോണില്ല എന്നാണ് പറയുന്നത്. ഗീതചേച്ചി പറയുന്നതല്ല കേട്ടോ, ഈ ബ്രാഹ്മണൻ പറയുന്നതാണ്. ഞാൻ അതുപോലെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ചുരുക്കം. സംസാരാടവി വർണ്ണനം അതൊരു പ്രധാന വിഷയമാണ്. വളരെ ഗംഭീരമായിട്ട് ആചാര്യന്മാർ തകർത്തടിച്ച് പറയുന്നതാണ്. നിവാസതോയദ്രവിണാത്മബുദ്ധി തതസ്തോ ധാവതി ഭോ അടവ്യാം ക്വചിച്ച വാത്യോദ്ധിത പാംസുധൂമ്ര ദിശോ ന ജാനാതി രജസ്വലാക്ഷഃ. നിവാസതോയദ്രവിണാത്മബുദ്ധി, നിവാസം തോയം ജലം, ദ്രവം ധനം, ഇവയിൽ സ്വന്തമാണെന്ന് കരുതിയിട്ട് അടവ്യാം ഈ കാട്ടിൽ തത ധാവതി അവിടെ ഓടുന്നു. ക്വചിത് ചിലയിടത്ത് വാത്യോദ്ധിത പാംസു ധൂമ്ര ദിശ, വാദം കാറ്റ്, വാത്യോദ്ധിത ആ വാദം കൊണ്ട്, അതായത് കാറ്റ് കൊണ്ട് പൊങ്ങിയ ധൂമ്ര പൊടികളാൽ ധൂസരിതങ്ങളായ സ്ഥലങ്ങളെ, ദിക്കുകളെ, രജസ്വലാക്ഷ പൊടി കൊണ്ട് വ്യാപിച്ച കണ്ണുകളോടുകൂടിയവരായിട്ട്. പൊടി മുമ്പിൽ കൂടി പോയാൽ പൊടി കണ്ണി വീണ എന്താ അവസ്ഥ? നമ്മളത് സത്യം എന്താണെന്ന് നമുക്ക് കാണാനേ പറ്റുന്നില്ല. അതായത് വസിക്കുന്ന ഗൃഹം, അതുപോലെ നമുക്ക് ധനമുണ്ടെങ്കിൽ അത് മുതലായ പദാർത്ഥങ്ങളിൽ എൻ്റേതെന്നുള്ള ഭാവം കൊണ്ട് കാട്ടിൽ 4 ഭാഗത്ത് ഓടുന്നു. ചില ദിക്കിൽ ചുഴലിക്കാറ്റിൽ പൊങ്ങുന്ന പൊടി കൊണ്ട് ഓരോ സ്ഥലം ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ ചുറ്റിത്തിരിയേണ്ടി വരുന്നു. കണ്ണുകളൊക്കെ പൊടി കൊണ്ട് മൂടിപ്പോകുന്നു. അതും ഇതുതന്നെ. അത് ഒത്തിരി കാര്യങ്ങൾ അത് ആചാര്യന്മാർ പലതരത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും നമ്മളിവിടെ വിഷയമാക്കുന്നില്ല. നമുക്കതങ്ങ് പറഞ്ഞു പോയാൽ മതിയല്ലോ. നമ്മളതൊന്നും ഒത്തിരി അത് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, ഇത്രയൊക്കെ വർണ്ണിക്കുന്നുള്ളതെന്ന്. അദൃശ്യ ജില്ലി സ്വന കർണശൂല ഉലൂക വാഗ്ഭിർ വ്യഥിതാന്തരാത്മ അപുണ്യവൃക്ഷാൻ ശ്രയതേക്ഷുധാർദിതോ മരീചി തോയാന്യഭിധാവതി ക്വചിത്. തോയാത് മരീചി തോയാനി അഭിധാവതി ക്ഷുധാർദിത. മരീചി തോയാനി അഭിധാവതി ക്വചിത്. അങ്ങനെ തന്നെയാണ്. അദൃശ്യ ജില്ലി സ്വന കർണശൂലൈ, അതായത് കാണാൻ കഴിയാതിരിക്കുന്ന ഈ ജില്ലീസ്വനം, അതായത് ചീവീട് മുതലായവയുടെ ശബ്ദത്താൽ ചെവി വേദനയോടുകൂടിയവനും
ഉലൂക വാഗ്ഭി. ഈ ഉലൂകം എന്ന് പറഞ്ഞാൽ കൂമന, കൂമൻ്റെ ശബ്ദം. ഈ മൂങ്ങായെന്നും കൂമനെന്നൊക്കെ പറയുന്ന അതിൻ്റെ ശബ്ദം മൂളി പേടിപ്പെടുത്തുന്ന നമുക്ക്. വ്യഥിത അന്തരാത്മാ, ദുഃഖിച്ചിരിക്കുന്ന മനസ്സോടു കൂടിയവനും, ക്ഷുദ്ധാർദ്ദിത, വിശന്ന് ദുഃഖിതനായിട്ടിരിക്കുന്നവനും, ക്ഷുദ്ധ വിശപ്പ്, അപുണ്യവൃക്ഷാൻ, പുണ്യമല്ലാത്ത വൃക്ഷങ്ങളെ ശ്രേയതെ ആശ്രയിക്കുന്നു. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത വൃക്ഷത്തെ ആശ്രയിക്കുന്നു. കൊച്ചിത് ചിലയിടത്ത് മരീചി തോയാനി എന്ന് വെച്ചാൽ മരീചി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഈ മരുമരീചി എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ വെള്ളം കിടക്കുന്നെന്ന് തോന്നിയിട്ട് ചെല്ലുമ്പോൾ അവിടെ വെള്ളമില്ല. ദൂരെ നിന്ന് കാണുന്ന ആ സൂര്യൻ്റെ തിളക്കം, സൂര്യൻ്റെ രശ്മി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന തിളക്കം കൊണ്ട് അവിടെ വെള്ളമുണ്ടെന്ന് തോന്നിക്കുന്നു. നമ്മൾ റോഡുകളിൽ കൂടി ടാറിട്ട റോഡുകളിൽ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നും, കുറേ ദൂരം നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങ് അകലെ നമുക്ക് വെള്ളം, ഇവിടെ വെള്ളം കിടക്കുന്നുണ്ടല്ലോ. പക്ഷേ നമ്മൾ അവിടെ കടന്ന് പോകുമ്പോൾ അവിടെ വെള്ളമില്ല. പക്ഷേ അതിൻ്റെ മുമ്പിൽ വീണ്ടും കാണാം നമുക്കിതുപോലെ. അതിനാണ് ഈ വെള്ളമില്ലാത്തടത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നതിനെയാണ് മരുമരീചി എന്ന് പറയുന്നത്. ആ മരീചി തോയം എന്ന് പറഞ്ഞാൽ വെള്ളം. മരുഭൂമിയിൽ ഈ മരീചിക്ക പോലെ ഈ വെള്ളം കിടക്കുന്നത് കാണുന്ന ഇതുപോലെ അസത്യമായ വെള്ളം, സത്യമായ വെള്ളമല്ല, അങ്ങനെ കാണുന്നതിനെ എതിരിട്ട് അതിനെ തൊഴി പോകുന്നു, അതിനെ എതിരിട്ട് പോകുന്നു. അവിടെ വസിക്കുന്ന ചെവീടുകൾ പിന്നെ ചെവി തുളയ്ക്കുന്ന ശബ്ദം കേൾപ്പിക്കുക, അത് കണ്ട് ഖേദിക്കും. ചിലപ്പോൾ കൂമൻ മുതലായവയുടെ ശുഭമല്ലാത്ത ശബ്ദം കേൾക്കുമ്പോൾ ഏതോ ആപത്ത് എന്നോർത്ത് ദുഃഖിക്കും. അതുപോലെ തന്നെ വിശന്ന് തളർന്നിട്ടും ഫലമൊന്നുമില്ലാത്ത വൃക്ഷത്തെ ചെന്ന് ആശ്രയിക്കും. ഫലമൊന്നുമില്ലാത്ത വൃക്ഷത്തെ ചെന്ന് ആശ്രയിച്ചാൽ വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. ചിലപ്പോൾ ദാഹം സഹിക്ക വയ്യാതെ ഈ മരീചിക്ക കണ്ട് അത് ജലമാണെന്നോർത്ത് ഓടിച്ചെല്ലും. അതായത് നമ്മൾ കാണാതെ ദൂഷിക്കുന്ന ദുർജനങ്ങൾ, ചെല്ലികൾ നേരിട്ട് തന്നെ ദൂഷിക്കുന്ന ദുർജനങ്ങൾ, നമ്മളെ കേൾക്കാതെ നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ, തന്നെ നമ്മളെ നേരിട്ട് വന്ന് അസഭ്യം പറയുന്നവർ, ചീത്ത പറയുന്നവർ, അതുപോലെ ദുർജനങ്ങളായിട്ടുള്ളവർ മുതലായ ജന്തുക്കൾ, ദാനശീലമില്ലാത്ത പ്രഭുക്കന്മാർ എന്ന് വെച്ചാൽ ഒന്നും കൊടുക്കുകയില്ല. അതായത് വൃക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞതാ. ഫലമില്ലാത്ത വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് ആശ്രയിച്ചാൽ വല്ലതും കിട്ടുമോ? ഇല്ല. കായ്ക്കാത്ത പ്ലാവിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് ചക്ക വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാണ് കൊടുക്കാത്ത ദാനശീലമില്ലാത്ത പ്രഭുക്കന്മാർ. ഇവരെയൊക്കെ ആശ്രയിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അത് അപുണ്യവൃക്ഷങ്ങളാണ് അവരൊക്കെ. ക്ഷണഭങ്കുരങ്ങളായ വിഷയങ്ങളാണ്. അത് പിന്നെ ക്ഷണിക്കാൻ നേരത്തേക്കേ ഉള്ളൂ ഒരാശ്വാസം. അതാണ് ഈ മരീചിക എന്ന് പറഞ്ഞിരിക്കുന്നത്, മരുമരീചിക എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ക്ഷണഭങ്കുരങ്ങളായ തുച്ഛമായ കുറച്ച് സമയത്തേക്കുള്ള സുഖം, അത്രയേ ഉള്ളൂ. അതിനെ ആശ്രയിച്ചുകൊണ്ട് പ്രയോജനമില്ലെന്ന് ചുരുക്കം. ക്വചിത് വിതോയ സരിതോഭിയാതി പരസ്പരം ചാലഷതേ നിരന്ധഃ ആസാദ്യദാവം ക്വചിദഗ്നിതപ്തോ നിർവിദ്യതേ ക്വച യക്ഷൈർഹൃതാസുഹു. ക്വചിത് ചിലയിടത്ത് വിതോയ ജലമില്ലാത്ത, വെള്ളം ജലം, വിതോയ ജലമില്ലാത്ത സരിതം എന്ന് പറഞ്ഞാൽ നദികൾ, സരിത്തുകൾ നദികൾ, അഭിയാതി എതിരിട്ട് സഞ്ചരിക്കുന്നു. നിരന്ധ അന്നമില്ലാത്തവനായിട്ട് പരസ്പരം അന്യോന്യം ആലഷതെ ആഗ്രഹിക്കുന്നു. ക്വചിത് ചിലയിടത്ത് ദാവാഗ്നി എന്ന് കേട്ടിട്ടില്ലേ? എന്താണത്? ദാവാഗ്നി, കാട്ടുതീയ്. ദാവം കാട്ടുതീയിനെ ആസാദ്യ പ്രാപിച്ചിട്ട് അഗ്നിതപ, അഗ്നിയാൽ നമ്മളെ ക്ഷീണിതരാക്കപ്പെട്ട ചൂടേൽക്കപ്പെട്ട യക്ഷന്മാരാൽ ഹൃതാസു ഹനിക്കപ്പെട്ട പ്രാണനോട് കൂടിയവൻ, കൊന്നുകളയുന്ന പോലെ ഹൃതാസു, ആ പ്രാണനോട് കൂടിയവനും നിർവിദ്യതേ നിരാശനായി തീരുന്നു. കാട്ടിൽ ചില സ്ഥലത്ത് ദാഹം കൊണ്ട് ജലമില്ലാത്തതായ നദികളിൽ ദാഹം തീർക്കുവാൻ അവിടെ ചെല്ലുന്നു. വെള്ളം കിട്ടുമെന്നോർത്ത് ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് ജലമില്ലാത്ത നദികളെ ആശ്രയിക്കുന്നു. വെള്ളം കിട്ടുന്നില്ല എന്ന് തന്നെയല്ല, ആ നദികളിൽ വീണ് ശരീരത്തിൽ മുറിവ് തട്ടുന്നു. അതുപോലെ ഈ ലോകത്തിലും പരലോകത്തിലും ദുഃഖപ്രദരായ അതായത് വേദ നിഷേധികളോട് സംസർഗത്തിനിട വരികയും അത് നിമിത്തം ക്ലേശിക്കുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ കുറേ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം വേറെ വലിയ ആചാര്യന്മാരായിട്ടും യുക്തിവാദികളായിട്ടും ഇരിക്കുന്നവരുടെ എന്തെങ്കിലും ഒരു പ്രഭാഷണമൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ചഞ്ചലാകും. അയാൾ പറയുന്നതൊക്കെ കുറേയൊക്കെ ശരിയാണല്ലോ,
അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു സ്റ്റേണായിട്ടുള്ളൊരു സ്റ്റാൻഡ് വേണമെന്ന് പറയുന്നത്, നമുക്ക് വ്യക്തമായിട്ടൊരു സ്റ്റാൻഡ് വേണം. നമ്മൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. താത്വികമായിട്ടും അത് അന്ധമായ വിശ്വാസമോ അല്ലാതെ പരമമായ വിശ്വാസമോ എന്തും ആയിക്കൊള്ളട്ടെ, നമ്മൾ വിശ്വസിക്കുന്ന ഒന്ന് അതിനെ നമ്മൾ മുറുകെ പിടിക്കുക. ഇടയ്ക്കിടയ്ക്ക് വിട്ടുപിടിക്കാൻ നോക്കരുത്. ഇത് ഉറപ്പിച്ച് തന്നെ പിടിക്കുക. ഇത് ഞാൻ പറയുന്ന സത്യമാണ്. അത് ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ദയവ് ചെയ്ത് ആരും നോക്കണ്ട. ഒരു യുക്തിവാദികളോടും എതിരിടാൻ പോകാതിരിക്കുക. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയം അതിൻ്റെ ഗവേഷണം എന്ന് വെച്ചാൽ, ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഒരാൾ യുക്തിവാദി പറയുന്നത് ഒരുപാട് കാര്യങ്ങളിൽ അത് യുക്തിപരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ശരിയായിരിക്കാം, പറഞ്ഞു വരുമ്പോൾ നമുക്കും തോന്നും ശരിയായിരിക്കാമെന്ന്. അതങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ നമ്മൾ അത് അല്ലെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ പെടും. അതിൻ്റെ ശ്രമത്തിൽ പെടുമ്പോൾ എന്താണ് നമുക്ക് നഷ്ടമാകുന്നത്? ഇതല്ലെന്ന് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആഴത്തിൽ ചിന്തിച്ച, പാണ്ഡിത്യമുള്ളവരോട് ചോദിച്ച്, അല്ലെങ്കിൽ പലതരം പുസ്തകങ്ങൾ വായിച്ച് തേടി ഈ ആധ്യാത്മികത എന്താണെന്നും ജീവൻ്റെ പോക്ക് എങ്ങനെയാണെന്നും ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണെന്നും ഒക്കെയുള്ള നിർവചനങ്ങൾക്കൊക്കെ വേണ്ടി തപ്പിത്തേടി പലയിടത്തും അലഞ്ഞു തിരിഞ്ഞ് നമ്മൾ എവിടുന്ന് വിട്ടുപോയി? ഭഗവാനോടുള്ള ഭക്തിയിൽ നിന്ന് നമ്മൾ വിട്ടുപോയി. ഭഗവാൻ സത്യമാണെന്ന് വാദിക്കാൻ വേണ്ടി. ആരോട് വാദിക്കാൻ? ഇല്ലെന്ന് പറയുന്നവരോട് വാദിക്കാൻ. എന്തിനാ അതിന് പോകുന്നത്? ആ നേരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് എന്താ? ഇതുപോലെ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക, ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുക. നമ്മൾ ഇഷ്ടമുള്ള കാര്യം അതാ. അത് ചെയ്യാതെ അപ്പോൾ മറ്റവരുടെ പിടിയിൽ നമ്മൾ പെട്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ. അവരെ വെറുതെ വിടുക. അവരുടെ വിശ്വാസം കൊണ്ട് അവർ പൊക്കോട്ടെ. അവരുടെ യുക്തിവാദം അവർക്കത് ശരിയാണെങ്കിൽ അവരതിനെ തന്നെ ഫോക്കസ് ചെയ്ത് അവർ പൊക്കോട്ടെ. അവർ നമ്മളെ മാറ്റാൻ വരുമ്പോൾ ബുദ്ധിയുള്ള ഒരു വിശ്വാസി ചെയ്യേണ്ടത് അതിൽ നിന്ന് വിട്ടു നിൽക്കുക, അല്ലാതെ അതിനെ എതിരിടാൻ പോകണ്ട. അതാണ് ഏറ്റവും എളുപ്പമാർഗം. ഞാൻ വളരെ അധികം ചിന്തിച്ചതിന് ശേഷം അങ്ങനെ എടുത്തൊരു തീരുമാനമെന്ന് വെച്ചാൽ, പലരും ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും. പലരും നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ടവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര് ഈ യുക്തികളൊക്കെ പറഞ്ഞ് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊരു ചിരിയിലൊതുക്കി അതങ്ങ് നിർത്തും. ഞാൻ ഓർത്ത് വ്യർത്ഥമായിട്ട് നമ്മുടെ ഒരു മിനിറ്റെങ്കിൽ 1 മിനിറ്റ്, 2 മിനിറ്റെങ്കിൽ 2 മിനിറ്റ് എന്തിന് കളയുന്നു അവരെ മനസ്സിലാക്കാൻ? അവരേതായാലും മനസ്സിലാക്കാൻ പോകുന്നില്ല. അതുപോലെ നമ്മളും അവർ പറയുന്നത് മനസ്സിലാക്കാതിരിക്കുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ. അവർ പറയുന്നത് കേൾക്കാനും അത് സത്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനും അതിനെക്കുറിച്ചൊരു ഗവേഷണം നടത്താനും അതിനൊരു മറുപടി കൊടുക്കാനും അതിന് വേണ്ടിയിട്ട് നമ്മുടെ സമയം വെറുതെ കളയുക. അത്രയും നേരം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ ഭഗവാനോടുള്ള അടുപ്പമാണ്. അത് അകന്ന് പോവുക. നമ്മൾ എതിരാത്തോട്ടാണ് ഭഗവാൻ സത്യമാണെന്ന് പറയാൻ വേണ്ടി. ആരോട്? ഈ മണ്ടന്മാരാണേലും ഇത് തെറ്റാണെന്ന് പറയും. നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നവരെ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ അത് ചെയ്യണ്ട. അവരും ശ്രമിച്ചത് അതല്ലേ. അവർ ശ്രമിച്ചതപ്പോൾ വിജയിച്ചില്ലേ? സത്യത്തിൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറി നിന്നില്ലേ ചിന്തിക്കാൻ? അതാണ് ഇനി ഞാൻ പറയുന്നത്. പെട്ടുപോവുക എന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു ബുദ്ധിയിലും പെട്ടുപോകരുത്. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് തന്നെ. ആയുർവേദമാണോ? അതിൽ ഉറച്ച് നിൽക്കുക. ആരോപ്പതിയാണോ? അതിൽ ഉറച്ച് നിൽക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വിശ്വാസമുണ്ട്, അതിനകത്ത് നമ്മൾ വിശ്വസിക്കുക. ഈ രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കാൻ പോകുമ്പോൾ നമ്മുടെ അതും ഇല്ല ഇതും ഇല്ലെന്നാകും. അതുകൊണ്ട് അത് വേണ്ട പൂർണ്ണമായിട്ടും. പിന്നെ ഒരുപാട് ആചാര്യന്മാരുടെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും ഫോളോ ചെയ്യാനും, കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഫോളോ ചെയ്യാനും പോകരുത്. നമുക്ക് നമ്മുടേതായിട്ട് തോന്നുന്നു, നമുക്ക് നമ്മളുടെ തുലനാവസ്ഥയിൽ പോകുന്ന ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അത് നിങ്ങൾ തുടർന്ന് കേൾക്കുക. എവിടെ കേട്ടാലും ഇതിലല്ലാതെ വ്യത്യസ്തമായിട്ട് ചിലർ പറയും, യുക്തിയും കൂടെ കൂട്ടി പറയും, ഇതൊക്കെ ചെയ്യും. ഇതൊന്നും നമ്മൾ കേൾക്കണ്ട. ഇതിനൊന്നും സയൻറ്റിഫിക് ആയിട്ടുള്ള നിർവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ചിലർ പറയും. കാരണം നമ്മൾ ഈ പറയുന്നതൊക്കെ ശരിയാണെന്ന് വരുത്താൻ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള നിർവചനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അതൊന്നും പറയണ്ട. അതൊന്നുമല്ല. സത്യത്തിൽ നമ്മുടെ മനസ്സിൽ ഉള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ. അതായത് സന്തോഷമുള്ള ഒന്നാണ് സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാൻ. എപ്പോഴും സന്തോഷിച്ച് ഒരിക്കലും മാറാത്ത സന്തോഷമാണ് അത്. ആ സന്തോഷമുള്ള വസ്തുവിനോട് ഒട്ടിയിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷമില്ല. പഞ്ചസാര വായിലിട്ട് അലിഞ്ഞ് ഇറക്കി തൊണ്ടയിൽ അകത്ത് താഴോട്ടിറങ്ങിപ്പോയാൽ നമുക്ക് പിന്നെ നാക്കിന് ഇത്തിരി നേരത്തേക്ക് മധുരം വരും. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും കഴിക്കുമ്പോൾ ആ മധുരം പോകും. എരിവുള്ളത് കഴിക്കുമ്പോൾ പിന്നെ എരിവായി ഇല്ലേ? അതുപോലെയുള്ളൂ. ആ മധുരമുള്ളതിനെ ആശ്രയിച്ചാൽ മധുരം കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ സച്ചിദാനന്ദ സ്വരൂപത്തിനെ നമ്മളെപ്പോഴും ഈശ്വരനെ
ആ മനസ്സിലെപ്പോഴും കൊണ്ട് നടക്കുക, അത് നമ്മൾ സംരക്ഷിക്കുക. നമ്മുടെ മനസ്സിൽ നിന്ന് അതിനെ ഒരു തരത്തിലും ഒരു മായയും തട്ടാതെ, നമ്മുടെ ഉള്ളിനൊരു മായയും തട്ടാതെ പോകുന്ന രീതിയിൽ നിങ്ങൾ പൊക്കോളൂ, ഒരു കുഴപ്പമില്ല. ക്വചിത് വിതോയാ സരിതോഭിയാതി പരസ്പരം ചാലഷതേ നിരന്ധഃ ആസാദ്യദാവം ക്വചിദഗ്നിതപ്തോ നിർവിദ്യതേ ക്വച യക്ഷൈർഹൃതാസു. അത്രയേ ഉള്ളൂ. ശൂരൈർഹൃതസ്വ ക്വച നിർവിണ്ണചേതാഃ ശോചൻ വിമുഹ്യൻ ഉപയാതി കശ്മലം. വിമുഹ്യൻ അങ്ങനെയാ വാക്ക്, വിമുഹ്യൻ. പിന്നെ ഉപയാതി കശ്മലം. ക്വചിച്ച ഗന്ധർവപുരം പ്രവിഷ്ട പ്രമോദതേ നിർവൃത വൻ മുഹൂർത്തം. ആ കാട്ടിൽ ചിലയിടത്ത് ശൂരന്മാരായിട്ടുള്ള ആളുകൾ ധനം പിടിച്ചു പറിക്കും. കാട്ടിൽ കൂടെ നടക്കുന്ന എവിടെയെങ്കിലും വഴിപോകരായിട്ടുള്ളവരോട് പിടിച്ചു പറിക്കും. അതുകൊണ്ട് ക്ലേശിച്ചും ആഗ്രഹിച്ചും മൂർച്ഛിക്കും. അതൊക്കെ ആസ്വദിച്ചും പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ ചിലപ്പോൾ ഗന്ധർവപുരത്തിൽ പ്രവേശിക്കും, നമ്മൾ സങ്കല്പലോകത്തിൽ അപ്പോൾ സുഖം വർദ്ധിച്ചതുപോലെ സിദ്ധിച്ചതുപോലെ കുറച്ച് സന്തോഷിക്കും. വാസ്തവമല്ലാത്തതായ ചില മനോരഥങ്ങൾ, നമ്മൾ സത്യമല്ലാത്തതായ നമ്മുടെ മനസ്സിലെ ചിന്തകൾ നിമിത്തം സുഖം സിദ്ധിച്ചതുപോലെ അഭിമാനിച്ച് ആനന്ദിക്കും. ഇത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ആനന്ദം, ഏതിൽ നിന്നെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്ന ആനന്ദം എന്താ? സത്യമല്ലാത്ത ആനന്ദമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കും, നമ്മൾ ഏതാണ്ടൊക്കെ സുഖമായി ആണ് കഴിയുന്നത്, നമ്മുടെ സൗഖ്യം ഉണ്ടായിരിക്കുന്നത് ഇതുകൊണ്ടൊക്കെയാണ് എന്നോർച്ച് അഭിമാനിച്ച് ആനന്ദിക്കും. ശൂരന്മാരാൽ ഹൃതസ്വ ഹരിക്കപ്പെട്ട ധനത്തോടു കൂടിയിട്ട് നിർവിണ്ണ ചേത ദുഃഖിച്ച മനസ്സോടു കൂടിയവനും ശോചൻ കരയുന്നവനും വിമുഹ്യൻ മോഹിക്കുന്നവനും കശ്മലം മോഹാലസ്യത്തെ ഉപയാതി പ്രാപിക്കുന്നു. ഗന്ധർവ നഗരത്തെ പ്രവേശിക്കുന്നവനായിട്ട് നഗരത്തിൽ പ്രവേശിക്കുന്നവനായിട്ട് നിർവൃതവത് സുഖിച്ചവനെ നിർവൃതി അടഞ്ഞവനെ പോലെ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എന്നാ, കുറച്ച് സമയം. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ കേട്ടോ, അതാണ് മുഹൂർത്തം. കുറച്ച് സമയം, അതിൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു ഇതാണത്, മിനിറ്റ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ മുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയത്ത് അല്പസമയം പ്രമോദതേ അങ്ങനെ മോദിക്കുന്നു എന്നാണ്. അത്രയേ ഉള്ളൂ. 8 ചലൻ ക്വചിത് കണ്ടക ശർക്കരാഘ്രിർ നാഗാരുരുക്ഷുർ വിമനായിവാസ്തേ പദേ പദേഭ്യന്തരവന്യനാർദ്ദിതഃ കൗടുംബിക ക്രുദ്ധ്യതി വൈ ജനായ. കണ്ടക ശർക്കരാഘ്രി, കണ്ടകം മുള്ള്, കണ്ടകേനൈവ എന്ന് പറയാറുണ്ട്. ശർക്കര അത് കല്ല്, അഘ്രി ശർക്കരാഘ്രിഹി ആ മുള്ളും കല്ലുമൊക്കെ കാലിൽ തറച്ച് കയറിയിട്ടും നാഗാരുരുക്ഷു പർവ്വതം കയറുവാൻ ആഗ്രഹിച്ചിട്ടും വിമനായിവ മൗഢ്യം ഉണ്ടായതുപോലെ മൗഢ്യനെ പോലെ ആസ്തേ വസിക്കുന്നു. പദേ ക്ഷണം ഓരോ സമയം തോറും ഓരോ പദങ്ങൾ വെക്കും തോറും ആഭ്യന്തരവന്യത നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നി ജഠരാഗ്നി വിശപ്പ് അർദ്ദിത പീഡിതനായിട്ട് കുടുംബ സഹിതനായിട്ട് മൊത്തം ജനത്തിൻ്റെ നേരെ ക്രോധിക്കുന്നു വൈ നിശ്ചയം. ചില ദിക്കിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാലിലെ കല്ലും മുള്ളും തറച്ചും മല കയറുമ്പോൾ കയറുവാൻ ആഗ്രഹിച്ചും അത് സാധിക്കാതെയാകുമ്പോൾ, വലിയ മലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എല്ലാ ഒരാളിനെ കണ്ടിട്ട് ആ ആളിനെ പോലെ നമുക്കാകണമെന്ന് ചിന്തിക്കുന്നതിന് തന്നെയാണ് ഈ പറയുന്ന കാര്യം. എന്താ, മല കയറണമെന്ന് ആഗ്രഹിക്കും, അത് സാധിക്കാതെ വരുമ്പം കുണ്ഠിതം വരും, സങ്കടം വരും. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് വിഘ്നം എല്ലാം തീർച്ചപ്പെടുത്തിയൊക്കെ ഇരിക്കുമ്പോൾ വിഘ്നങ്ങൾ നേരിടും. അപ്പോൾ നമുക്ക് ആകെ സങ്കടമാകും. അതുപോലെ മല പോലെ വൻപിച്ച കാര്യങ്ങൾ, വലിയ കാര്യങ്ങളിൽ ഏർപ്പെടും. എന്നിട്ട് നമ്മളെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളിൽ ഏർപ്പെടും. എന്നിട്ട് ഇല്ലാതെ വരുമ്പോഴും വ്യസനിക്കും. അതുപോലെ വിശപ്പും ഇടയ്ക്കിടയ്ക്ക് വരുന്ന വിശപ്പ് സഹിക്കാതെയും ഈ കുടുംബം രക്ഷിക്കാൻ കഴിയാതെയും വരുമ്പോൾ എല്ലാവരുടെയും നേരെ നിഷ്കരണമായിട്ട് വെറുതെ കോപിക്കും. ഇതൊക്കെ ഈ സംസാര അടവിയാണ് കേട്ടോ. നമ്മൾ കുറേ ഭാഗമൊക്കെ നമുക്ക് ഉള്ളതാണ്, കുറേ ഭാഗമൊന്നും നമ്മൾക്ക് ബാധകമല്ല, നമ്മളെപ്പോലെയുള്ളവർക്ക് ബാധകമല്ലാത്തതും പറയുന്നുണ്ട്. ക്വചിൻ നിഗീർണോ ജഗരാ ആഹിനാജനോ ക്വചിത് നിഗീർണോ ജഗരാഹിനാജനോ നാവൈതി കിഞ്ചിത് വിപിനേ പവിദ്ധഃ ദഷ്ടസ്മ
ശേതേ ക്വച ദന്തശൂകൈഃ അന്ധോന്ധകോപേ പതിതസ്തമിശ്രേ അജഗര അഹിന ക്വചിന്നികീർണോ അജഗര അഹിന എന്ന അജഗരം എന്ന പാമ്പിനാൽ മലമ്പാമ്പ് അജഗരം എന്ന് പറയും. അജഗര എന്ന അഹി പാമ്പ് നികീർണ വിഴുങ്ങപ്പെട്ടവനും വിപിനെ കാട്ടിൽ അപവിദ്ധ ഉപേക്ഷിക്കപ്പെട്ടുമിരിക്കുന്ന ജനം അവൈതി അതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല. ദന്തശൂകൈഹി അതുപോലെ കടിക്കുമ്പോൾ ആ വിഷമുള്ള ജന്തുക്കൾ കടിക്കപ്പെട്ടവനും ദഷ്ട എന്ന് പറഞ്ഞാൽ കടിക്കപ്പെട്ടവനും തമിശ്രേ ദാ തന്നെയാണ് കേട്ടോ, ദഷ്ട എന്ന് തന്നെയാണ്. ഒരു ചെറിയ ടിക്ക് മാർക്ക് കിട്ടും ആ ദായ്ക്ക്, അഷ്ട അല്ല ദഷ്ട എന്ന് തന്നെയാണ്. പിന്നെ തമിശ്രേ അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന അന്ധകൂപേ കൂപം കിണർ. അന്ധകൂപം എന്ന് പറഞ്ഞാൽ അന്ധമായ കൂപം എന്ന് പറഞ്ഞാൽ എന്നാ, ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ കിണറ്റിൽ വെള്ളമാണല്ലോ കാണേണ്ടത്, വെള്ളമില്ലാത്ത കിണർ, പൊട്ടക്കിണർ. പതിത വീണവനും കണ്ണ് കാണാത്തവനുമായിട്ട് ശേതയെ കിടക്കുന്നു. ശേതയെ ശയിക്കുന്നു എന്നുള്ളതാണ്, കിടക്കുന്നു എന്ന് നമുക്കെടുക്കാം. അങ്ങനെ ഇതേ ഉള്ളൂ. അതിനകത്ത് ഇങ്ങനെ ആ സംസാര അടവിൽ ചെന്നുപെട്ടവൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നതേ ഉള്ളൂ. അത് വായിക്കുന്നത് നന്നായിട്ട് വായിക്കുക. കൊച്ചിൻ നിഗീർണോ അജഗിര, അത് വായിക്കണ്ട. കൊച്ചിൻ നിഗീർണോ ജഗര അഹിന എന്ന് വായിക്കണം. അജഗര അഹിന, കൊച്ചിൻ നിഗീർണോ ജരാഹിന അങ്ങനെ വായിക്കണ്ട കേട്ടോ. കൊച്ചിൻ നിഗീർണോ ജഗരാഹിന ജനോ അങ്ങനെ വായിച്ചാൽ മതി. അല്ലെങ്കിൽ അത് ആക്കെ വെക്കാൻ നോക്കി അവിടെ പെടും നമ്മൾ. നാവൈതി കിഞ്ചിത് വിപിനേ പവിദ്ധ ദഷ്ട സ്മശേതേ ക്വച ദന്തശൂകൈഃ അന്ധോന്ധകോപേ പതിതസ്തമിശ്രേ. 10 കർഹി സ്മചിത് ക്ഷുദ്രരസാൻ വിചിന്വൻ. പിന്നെ വെട്ടിയിട്ട് തന്മക്ഷികാഭിർവ്യഥിതോ വിമാനഃ തത്രാദികൃച്ഛ്രാദ പ്രതിലബ്ധമാനോ ബലാദ് വിലുംബന്തി അധ തം തതോന്യേ ബലാദ് വിലുംബന്ത്യഥ ബലാദ് വിലുംബന്തി ക്ഷുദ്രരസാൻ തുച്ഛരസങ്ങളെ ക്ഷുദ്രങ്ങളായ രസങ്ങളെ തീരെ ഒന്നുമല്ലാത്ത തുച്ഛമായ രസങ്ങളെ വിചിന്നൻ തിരയുന്നവനായിട്ട് തന്മക്ഷികാഭി അത് കാത്തു സൂക്ഷിച്ച ഈച്ചകളാൽ വ്യഥിത ദുഃഖിക്കുന്നവനും വിമാനഃ അപമാനം പ്രാപിച്ചവനും ആയിരിക്കുന്നു. തത്ര അതിൽ അതികൃച്ഛ്രാത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രതിലബ്ധമാനഃ മാനം ലഭിച്ചവനായാൽ അതിനെ അന്യേ മറ്റു ചിലർ ബലാത്കാരേണ വിലുംബന്തി അപഹരിക്കുന്നു. ഈ ചിലപ്പോൾ ഈ കാട്ടിൽ തേനെടുക്കാനായിട്ട് തിരഞ്ഞു നടക്കും. അങ്ങനെ അതിനെ രക്ഷിക്കുന്ന ഈച്ചകൾ കുത്തി മുറിപ്പെടുത്തും. ഈ തേനിനെ രക്ഷിക്കുന്ന തേനീച്ചകൾ നമ്മളെ കുത്തി മുറിപ്പെടുത്തും. തേൻ ലഭിക്കുകയില്ല. ഇതിന് പോയതാ, വല്ല ഗുണമുണ്ടായോ? ഇല്ല. ചിലപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ആ തേൻ ലഭിച്ചാൽ തന്നെ ഇരിക്കട്ടെ, വേറെ വല്ലവരും വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകും. അപ്പോഴെന്തായി? പ്രയോജനമൊന്നും ഇല്ലാതായി. അത്രയേ ഉള്ളൂ. കർഹിസ്മ ചിത് ക്ഷുദ്രരസാൻ വിചിന്വൻ. പിന്നെ വെട്ടി തന്മക്ഷികാഭിർവ്യഥിതോ വിമാനഃ തത്രാതികൃച്ഛ്രാത് പ്രതിലബ്ധമാനോ ബലാദ് വിലുംബന്ത്യഥ തം തതോന്യേ. അഥ എന്നാണ്. ബലാദ് വിലുംബന്ത്യഥ തം തതോന്യേ. പിന്നെ ക്വചിച്ച ശീതാതപവാതവർഷപ്രതിക്രിയാം കർത്തുമനീശാസ്തേ ക്വചിന്മിഥോ വിപണന്യച്ച കിഞ്ചിത് വിദ്വേഷമൃച്ഛത്യുത വിത്തശാഢ്യാത്. ക്വചിച്ച ശീതാതപവാതവർഷ പ്രതിക്രിയാം കർത്തുമനീശാസ്തേ ക്വചിന്മിഥോ വിപണന്യച്ച കിഞ്ചിത് വിദ്വേഷമൃച്ഛത്യുത വിത്തശാഢ്യാത്. ക്വചിത് ശീതാതപ ക്വചിത് എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ശീതാതപ വാതവർഷ പ്രതിക്രിയ, തണുപ്പ്, ചൂട്, പാദം, കാറ്റ്, വർഷകാലം, എന്നുവെച്ചാൽ മഴ, ഇവയിൽ നിന്നൊക്കെ രക്ഷയെ കർത്തുമനീശ ചെയ്യുവാൻ അസമർത്ഥനായിട്ട് ചെയ്യാൻ പറ്റാതെ ആസ്തെ വസിക്കുന്നു.
യത് കിഞ്ചിത് ച അല്പമായ സാധനത്തെ അന്യോന്യം കൊടുത്തു വാങ്ങുന്നവനായിട്ട് ധനവഞ്ചന നിമിത്തം വൈരത്തെ പ്രാപിക്കുന്നു. വിദ്വേഷത്തെ പ്രാപിക്കുന്നു. വിദ്വേഷം ഋച്ഛത്യുത വിത്തശാഠ്യാത് അതികൃച്ഛ്രാത് കഷ്ടപ്പാട് കൊണ്ട് ഋച്ഛത്തി അല്ല അതല്ലല്ലോ ഇവിടെ ഇപ്പുറത്തെ വിദ്വേഷം ഋച്ഛത്യുത വിത്തശാഠ്യാത് വിദ്വേഷം ഋച്ഛതി ഉത വിത്തശാഠ്യാത് ഇത്രയേ ഉള്ളത്. അത് ചിലപ്പോൾ തണുപ്പ്, ചൂട്, കാറ്റ്, മഴ ഇവയിൽ നിന്നുള്ള ശല്യത്തിന് പ്രതിശാന്തി ചെയ്യുവാൻ സാധിക്കാതെ വിഷണ്ണനായിരിക്കും. കോരി മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ വീട് ചോരുന്നതായിരിക്കും. അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ഇരിക്കും. ചിലപ്പോൾ അല്പമായ വല്ല സാധനവും അന്യോന്യം കൊടുത്തു വാങ്ങുന്ന അവസരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങുന്ന അവസരത്തിൽ ധനവഞ്ചന നിമിത്തം വൈരികളായി ഭവിക്കും. ഈ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സംസാര അടവിയാണ്. വളരെ നിസ്സാര കാര്യം തൊട്ട് വളരെ ഗഹനമായ കാര്യം വരെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് ഈ ബ്രാഹ്മണൻ. അപ്പോൾ അത് എല്ലാവർക്കും, എല്ലാ വിധത്തിലുള്ള ധനികനും ദരിദ്രനും എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കുന്ന കാര്യങ്ങളായി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു കുഞ്ഞു വാക്ക് പറഞ്ഞു, ഈ മഴയത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് അതിനെ തടുക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്നത് സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥയാണ്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോൾ ധനവഞ്ചനം, ധനം സംബന്ധിച്ചുള്ള നേരില്ലായ്മ, അതൊരു ശരിയല്ലാത്ത കാര്യമല്ലേ. ധനം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വൈരികളെ ഒരുപാടുണ്ടാക്കുന്നൊരു കാര്യമാണ്. നമ്മൾ പറയാറില്ലേ, ഈ പണം കൊണ്ടുള്ള കളി ശരിയാകത്തില്ലെന്ന്. അത് വൈരികളെ ഉണ്ടാക്കും. അതും ഒരു ദുഃഖമാണ്. അത് എവിടെയെങ്കിലും അത് ദുഃഖമായിട്ട് ഭവിക്കുകയുള്ളൂ. എപ്പോഴെങ്കിലും നമ്മളെ അത് ഹോണ്ട് ചെയ്യുമെന്ന് നമ്മൾ പറയില്ലേ, നമ്മളെ ഇങ്ങനെ ഇതായിട്ടിരിക്കും. നമ്മളതുപോലെ തന്നെ ധനവഞ്ചന തന്നെയല്ല, ഏത് തരത്തിലെങ്കിലും മറ്റൊരാളിനെ നമ്മൾ ദുഷിക്കുകയോ അവരെ ചതിക്കുകയോ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ചതിക്കുകയോ വേണ്ടപ്പെട്ടവരിൽ നിന്ന് അകറ്റാൻ മനഃപൂർവ്വം ഉദ്ദേശിച്ച്, അങ്ങനെയൊക്കെ ലോകത്തിൽ കാണാറില്ല, സിനിമയിലൊക്കെ കാണാറുള്ളവരെ നമ്മൾ നുണ പറഞ്ഞ്, നമ്മൾ അസത്യം പറഞ്ഞ് നമ്മൾ ഒരു സുഹൃത്തുക്കളായിട്ട് ഇരിക്കുന്നവരെ അകത്താനായിട്ട്, അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടിരിക്കുന്നവരെ തമ്മിൽ അകത്താൻ നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉള്ളത് പിന്നീട് എന്ത് ഭവിക്കും, നമ്മൾക്ക് തന്നെ ദുഃഖമായിട്ട് ഭവിക്കും. അപ്പോൾ അത് ഓർക്കും, അങ്ങനെ ചെയ്തു, അങ്ങനെ അതുകൊണ്ട് അത് എന്തെങ്കിലും നമുക്ക് പ്രയോജനം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രയോജനം ഇല്ലാത്തതായിരിക്കാം, എങ്കിലും വെറുതെ പറയുക. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അത് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ എപ്പോഴും നമ്മുടെ പുറകെ അത് വേട്ടക്കാരനെ പോലെ വന്നുകൊണ്ടിരിക്കും. നമ്മൾക്ക് പുറകെ അതുണ്ടാകും എപ്പോഴും. ആ ഒരു മാനസികമായ, അങ്ങനെ ഇല്ലാത്തതാണെങ്കിലോ നമുക്കൊരു മനഃശാന്തിയില്ലേ, ശാന്തമായ മനസ്സായിരിക്കും അവിടെ. ഒരു മനസ്സ് പ്രക്ഷുബ്ധമാകാതിരിക്കാനുള്ള കാര്യങ്ങളായി പറഞ്ഞത്. ഒന്നിനും പുറകെ പോകാതിരിക്കുക, അലഞ്ഞു നടക്കാതിരിക്കുക. ഒരുപാട് നമ്മൾ നേടാൻ വേണ്ടിയിട്ട് ഓടി അലഞ്ഞ് കെട്ടിയാൽ കിട്ടുമോ അതുമില്ല, ദുഃഖം മാത്രം ബാക്കി, കഷ്ടപ്പാടും ബാക്കി. നമുക്ക് വന്നു ചേരേണ്ടത് വന്നുകൊള്ളും. സത്യസന്ധതയോടെ നിർമ്മലമായ മനസ്സോടെ നൈർമല്യത്തോടെ പെരുമാറുകയും ജീവിക്കുകയും ചെയ്താൽ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ സംസാര അടവിയെ കടക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. ക്വചിത് ക്ഷീണധനസ്തു തസ്മിൻ ശയ്യാസന സ്ഥാന വിഹാരഹീനഃ യാചൻ പരാദപ്രതിലബ്ധകാമഃ പാരക്യദൃഷ്ടിർലഭതേവമാനം. ക്ഷീണധന, അതായത് ധനമില്ലാത്ത അവസ്ഥ, ക്ഷയിച്ച ധനത്തോടു കൂടിയത്. ശയ്യാസന സ്ഥാന വിഹാരഹീനക, ഇതിനൊന്നും കഴിവില്ലാത്തവൻ, അതായത് ഇരിക്കാൻ സ്ഥലമില്ല, കിടക്കാൻ സ്ഥലമില്ല, വാഹനം എന്നിവയില്ലാത്തവനും യാചിക്കുന്നവനും അന്യനിൽ നിന്ന് അപ്രതിലബ്ധകാമ, അവിടുന്ന് ഇങ്ങോട്ട് കിട്ടാതെ ആഗ്രഹത്തോടു കൂടിയവനും, ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയവനും, ലഭിക്കാത്ത ആഗ്രഹത്തോടു കൂടിയവനും, കിട്ടുകയില്ല പക്ഷേ ആഗ്രഹം അവിടെ കിടക്കും. പാരക്യ ദൃഷ്ടി, അന്യൻ്റെ സാധനങ്ങളിൽ ആഗ്രഹമുള്ളവനും
അവമാനം അവജ്ഞയെ ലഭ്യതയെ പ്രാപിക്കുന്നു. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ അവരവർക്ക് അനുഭവങ്ങളിൽ ഉണ്ടായ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടായ ആരെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ തരത്തിലുള്ള പല വ്യക്തികളെ നമുക്ക് അറിയാമായിരിക്കും. ചിലപ്പോൾ അവർ മരിച്ച് മണ്ണടിഞ്ഞ് പോയിട്ടുണ്ടാകാം. എങ്കിലും നമ്മൾ മനസ്സിലത് ഓർക്കും അല്ലേ. അങ്ങനെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും അറിയാൻ മേലാത്ത ഒരാൾ പോലും കാണില്ല, ഏതെങ്കിലും ഒരെണ്ണം. അവർക്ക് അവസാനം എപ്പോഴും ആ ദുഃഖമായിരിക്കും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ. പുറമേ നല്ല ഇതിലൊക്കെ ആയിരിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു തെറ്റ് ചെയ്ത ആൾ അറിയാം മറ്റുള്ളവരുടെ അവജ്ഞ അത് അവരറിയുന്നു പോലുമില്ല. അതാണ് അതിൽ ഏറ്റവും പരിഹാസ്യമായ കാര്യം. അവരറിയുന്നില്ല, അവരെ പുച്ഛിക്കുകയാണ്. ആ ആൾക്കാർ പുച്ഛിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ മണ്ണടിഞ്ഞ് രാഷ്ട്രീയത്തിലൊക്കെ അത് ഒരുപാട് ഉണ്ടല്ലേ. അങ്ങനെ നമുക്ക് ഉദാഹരണങ്ങൾ. അവരെ ആൾക്കാർ ഇപ്പോൾ ഇന്ന് പുച്ഛിക്കും, പക്ഷേ വെളിച്ചത്ത് പറയില്ല, മാറി നിന്ന് പറയും. പാർട്ടിക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ. അതുപോലെ തന്നെ ഒത്തിരി ധനമൊക്കെ ഉള്ള ആൾക്കാർ ഒത്തിരി യാചിച്ചിരുന്നവർക്ക് കൊടുക്കാതെയൊക്കെ അവരെപ്പറ്റി തന്നെ മാറി നിന്ന് പറയുന്നത് തലമുറകൾ കഴിഞ്ഞാൽ പോലും അത് മാറത്തില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാർ കൈമാറി, തലമുറകൾ കൈമാറി കഥ പോകും. നല്ല കാര്യം ചെയ്തത് അത്ര പോകത്തില്ല, ചീത്ത കാര്യം ചെയ്താൽ ഉറപ്പായിട്ടും പോകും. അത് അവജ്ഞയെ ആണ് അവർക്ക്. ആ അവജ്ഞയോടെയാണ് അവരെ ഉള്ളുകൊണ്ട് ആൾക്കാർ വീക്ഷിക്കുന്നത്. നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നമ്മളോട് വളരെ നമുക്ക് തോന്നുമാകാം, പക്ഷേ പൂർവികരായിട്ട് നമ്മുടെ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവരെ ആ കണ്ണുകൊണ്ടായിരിക്കും എല്ലാവരും കാണുക. അത് ഈ ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഞാനിതിന് വിശദീകരണം ഒന്നും പറയുന്നില്ല. ക്വചിത് ക്ഷീണധനസ്തു തസ്മിൻ ശയ്യാസനസ്ഥാന വിഹാരഹീനഃ യാചിക്കുന്നവൻ പരാത പ്രതിലബ്ധ കാമ പാരക്യ ദൃഷ്ടിർലഭതേവമാനം അവമാനം. ചിലപ്പോൾ മുതലുണ്ടായിരുന്നതെല്ലാം ക്ഷയിച്ചു പോയതിനാൽ കിടക്കാനോ ഇരിക്കാനോ താമസിക്കാനോ അതുപോലെ സഞ്ചരിക്കാൻ സാധനങ്ങൾ പല്ലക്കൊക്കെ ഉണ്ടായിരുന്ന അന്നത്തെ കാലത്ത് അതൊക്കെ വലിയ ഇതിലാണ് പറയുന്നത്. അത് പക്ഷേ ഇപ്പോഴും അത് ബാധകമാണെന്നുള്ളതാണ്. അങ്ങനെ ഇല്ലാതെ അന്യരോട് യാചിക്കും. അവരിൽ നിന്ന് ആഗ്രഹിച്ചത് കിട്ടുകയില്ല. അങ്ങനെ അത് കിട്ടണം എന്നുള്ള ആഗ്രഹം നിമിത്തം അത് കിട്ടണമെന്നാണ് മനസ്സിലാഗ്രഹം, കിട്ടുന്നില്ല. അപ്പോൾ എന്താ, അവമാനം അനുഭവിക്കും. ആ താഴോട്ടുള്ള ആ അധപ്പതനമാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ളത് അനുഭവിക്കും. അന്യോന്യവിത്ത വ്യതിഷംഗ വൃദ്ധവൈരാനുബദ്ധോ വിവഹൻ മിഥശ്ച അധ്വന്യമുഷ്മിന്നുരു കൃച്ഛ്രവിത്ത ബാധോപസർഗൈർ വിഹരൻ വിപന്നഃ. അതും അതുപോലെ തന്നെയുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അന്യോന്യ വിത്ത വ്യതിഷംഗ വൃദ്ധ വൈരാനുബന്ധോ വിവഹൻ മിഥശ്ച. അർത്ഥം ഒന്ന് പറയാം. അന്യോന്യ വിത്ത വ്യതിഷംഗ വൃദ്ധ വൈരാനുബദ്ധ. പരസ്പരം ധനം സംബന്ധിച്ച് വർദ്ധിച്ച വൈരത്തോടുകൂടി അത് എപ്പോഴും പറയുന്നുണ്ട് ഇതിനകത്ത്. ഈ അധ്യായത്തിൽ ഒരുപാട് വിസ്തരിച്ച് പറയുന്നത് പല പ്രാവശ്യം പറഞ്ഞു. ഈ പണമിടപാടുകൾ വൈരത്തെ ഉണ്ടാക്കുമെന്ന് അങ്ങനെ കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുണ്ടല്ലേ. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന് പറഞ്ഞ പോലെ ഈ പൈസ കൊണ്ടുള്ള കളികൾ വൈരത്തെ ഉണ്ടാക്കും. മിഥ വിവഹൻ അന്യോന്യം വിവാഹാദികൾ ചെയ്തും അമുഷ്മിൻ അധ്വനി ഈ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഒരു കൃച്ഛ്ര വിത്ത ബോധോപസർഗൈ വളരെ കഷ്ടവും ദ്രവ്യനാശവും എല്ലാ ആപത്തുകളും നിമിത്തം വിപന്നൻ മരിച്ചവനെ പോലെയാകുന്നു. ജീവിച്ചിരിക്കലും മരിച്ചവനെ പോലെയായി തീരും അവർ. പരസ്പരം ധനാദി കൊടുത്തു വാങ്ങൽ നിമിത്തം വൈരം വർദ്ധിക്കുന്നവരെ തമ്മിൽ പിന്നെ എന്ത് ചെയ്യും, വിവാഹ ബന്ധങ്ങളും ഉണ്ടാക്കും. ഈ ധനത്തിൻ്റെ കാര്യം പറഞ്ഞ് വിവാഹ ബന്ധങ്ങളുണ്ടാക്കും. ആ ധനം പോകാതിരിക്കാൻ പെങ്ങളുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. എന്നിട്ട് പിന്നെയോ ഇവർ തമ്മിൽ ശത്രുക്കളാകും. ഈ വിധമുള്ള മാർഗത്തിൽ ധനസംബന്ധമായും മറ്റു വിധത്തിലും നേരിടുന്ന ഓരോ ആപത്തുകൾ നിമിത്തം എന്താ, മൃതപ്രായനായിട്ട് ജീവിച്ചിരുന്നാലും മരിച്ചവനെ പോലെയായിട്ട് ഇരിക്കും. അതൊന്നും തിരുത്താനില്ല ഇതിനകത്തല്ലേ. ഒന്ന് വായിക്കാമേ. അന്യോന്യ വിത്ത വ്യതിഷംഗ വൃദ്ധ വൈരാനുബന്ധോ, അവിടെ വരെ ഒന്നിച്ച് വായിക്കാം. വിവഹൻ മിഥശ്ച അധ്വന്യമുഷ്മിൻ അവിടെ വായിച്ചോളാം. ഒരു കൃച്ഛ്ര വിത്ത ബാധോപസർഗൈർ വിഹരൻ വിപന്നഃ. വിപത്തുകൾ
മരിച്ചവനെ പോലെ ആകുന്നു. ആ വിപത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. താം സ്ഥാൻ, താൻ താൻ എന്നാണത്, താം സ്ഥാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ തന്നെ വായിച്ചാൽ മതി. താം സ്ഥാൻ വിപന്നാൻ സഹി തത്ര തത്ര വിഹായ ജാതം പരിഗൃഹ്യ സാർത്ഥഃ ആവർത്തതേദ്യാപി ന കശ്ചിദത്ര വീരാധ്വന പാരമുപൈതി യോഗം. അത് താം സ്ഥാൻ വിപന്നാൻ സഹി തത്ര തത്ര വിഹായ ജാതം പരിഗൃഹ്യ സാർത്ഥഃ ആവർത്തതേദ്യാപി ന കശ്ചിദത്ര വീരാധ്വനപാരമുപൈതി യോഗം. ഹേ ശൂര, തത്ര തത്ര അവിടെ അവിടെ, വിപന്നാൻ താൻ താൻ, ആപത്തിൽ ഓരോ പ്രാവശ്യം അകപ്പെട്ട ഓരോരുത്തരെ ഉപേക്ഷിച്ചിട്ടും, വിഹായ ഉപേക്ഷിച്ചിട്ടും, ജാതം ജനിച്ചവരെ പരിഗൃഹ്യ സ്വീകരിച്ചിട്ടും, സാർദ്ധ ആ സംഘം, മുമ്പേ സാർദ്ധ പറഞ്ഞ ഒരു കൂട്ടം, കശ്ചിത് ഒരുവനും, അദ്യാപി ഇപ്പോഴും, ന ആവർത്തതി മടങ്ങി വരുന്നില്ല, അധ്വന പാരം ആ മാർഗത്തിൽ ആ മാർഗത്തിൽ കൂടെ യോഗത്തെ ന ഉപൈതി ഉപൈതി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക, അത് ഒരിക്കലും അതിനെ കിട്ടുന്നുമില്ല, അതിൽ എത്തിച്ചേരുന്നുമില്ല. ഉപൈതി എത്തിച്ചേരുന്നുമില്ല. അല്ലയോ ശൂര, ഈ വഴിയിൽ നേരിടുന്ന വളരെയധികം സങ്കടങ്ങൾ നിമിത്തം ഈ ആപത്തിൽ അകപ്പെട്ടവരെയും മരിച്ചവരെയും അവിടെ ഉപേക്ഷിക്കുകയും, മരിച്ചവരെയൊക്കെ അവിടെ ഉപേക്ഷിച്ചു, ആപത്തിൽപ്പെട്ടവരെ അവിടെ ഉപേക്ഷിച്ചു, പുതിയതായി വന്നു ചേർന്നവരെ ഒരുമിച്ച് കൂട്ടുകയും പുതിയതായിട്ട് വന്നവരോടൊക്കെ അടുപ്പിച്ച് നിർത്തുകയും ചെയ്ത് സഞ്ചരിക്കുന്ന ഈ സംഘത്തിൽ ഒരുവനെങ്കിലും പുറപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചു വരികയോ ആ കാടിൻ്റെ സംസാരാർണവാകട്ടോ, സംസാര അടവി, അതിനെക്കുറിച്ചാണ് പറയുന്നത്. സംസാരം എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഈ വ്യവഹാരം, ഭാര്യ പുത്രാദികളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഈ കാടിൻ്റെ മറുകര, കാടിൽ നിന്ന് വെളിയിറങ്ങാനേ പറ്റുന്നില്ല, ഇതിനകത്ത് കിടന്ന് ചുറ്റിത്തിരിയുക, കാണാൻ ഉപകരിക്കുന്ന ഉപായത്തെ അറിയുകയോ ചെയ്യുന്നില്ല. ഇതെങ്ങനെയാണ് സത്യം, ഇതെവിടെയാണ്, ഇതിൻ്റെ തുറപ്പ് എവിടെയാണെന്ന് മനസ്സിലാക്കുന്നുമില്ല. ഈ കാട്ടിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് കാലം കഴിക്കുന്നു, ഈ സംസാരത്തിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് കാലം കഴിക്കുന്നു. താം സ്ഥാൻ വിപന്നാൻ സഹി തത്ര തത്ര വിഹായ ജാതം പരിഗൃഹ്യ സാർത്ഥഃ ആവർത്തതേദ്യാപി ന കശ്ചിദത്ര വീരാധ്വനപാരമുപൈതി യോഗം. ഹരി ഓം.